എടാ, ഈ എപ്പിസോഡിന്റെ പ്രത്യേകത എന്താ അറിയോ? എന്താ? ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ് ആയിട്ടുണ്ടല്ലോ. നീ അല്ല പൊന്നാര മോനെ, ഇല്ല ഇതുവരെ വരാത്ത ഒരാളാണ്. അത് ശരി. എടാ, പക്ഷേ ഈ എപ്പിസോഡിന് 2 സ്പെഷ്യൽ ഗസ്റ്റിന് സ്ലോട്ട് ഉണ്ടല്ലോ. അവരും കാണാൻ പോകുന്ന ആളുമായിരിക്കും. അല്ല, ഇതൊക്കെ ഞങ്ങളുടെ സർപ്രൈസ് വെച്ചിട്ടുണ്ടാ കേട്ടാ മൂന്നി. എടാ, നിങ്ങളുടെ ഒരു ജെന്യൂൻ റിയാക്ഷൻ കിട്ടണ്ടേ? ആൾക്കാര് കേൾക്കുന്നത് കൂടില്ലേ? മനസ്സിലായി. ഇതെന്താ പറ്റുന്ന ബാസില്ലേ? നോക്കൂടെ, പക്ഷെ ഫിഗർ ഔട്ട് ചെയ്യാം. പക്ഷെ എങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നതിന് മുന്നേ കണ്ടില്ലേ, ഇതൊക്കെ എവിടെന്നാ തുടങ്ങിയെന്ന് ആദ്യം. ഇത് തുടങ്ങി 2-3 ദിവസമായിട്ടേ ഉള്ളൂ അല്ലേ? അതെ അതെ, പക്ഷെ ഒരുമാതിരി കൊല്ലമായി സഹിക്കുന്ന പോലുണ്ട് ഇതൊക്കെ. ഇതൊക്കെ തുടങ്ങുന്നതിന് മുന്നേ എന്തേലും പറ്റിയിരുന്നോ? കാര്യമായിട്ട് ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ. ആകെ ഈ മിറർ സഡനായി പൊട്ടിയെന്നല്ലേ ഉള്ളൂ. എങ്ങനെ പൊട്ടിയെന്ന് ഓർത്ത് നോക്ക്. ഞാൻ ഒന്നും തൊടാതെയാണ് ഈ സാധനം പൊട്ടിപ്പോയത്. ഞാൻ ജസ്റ്റ് ഒരു സംഭവം അരയ്ക്കുന്നതിൻ്റെ ഇടയിലാണ് സഡനായിട്ട്. എന്തായിരുന്നു ആലോചിച്ച്? എനിക്ക് ഞാൻ എന്താ ആലോചിച്ചറിയാലോ. അറിയാം, പക്ഷെ നീ നടന്നെല്ലാം പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്താൽ നിനക്ക് തന്നെ ക്ലിയർ ആയ ഒരു ഐഡിയ കിട്ടും. മനസ്സിലായോ? മനസ്സിലായി. സത്യം പറഞ്ഞാൽ കാൺട്ട് ബി മൈസെൽഫ്. നാവ നോക്കിയ ഒന്നെങ്കിൽ എന്നെ കളിയാക്കും, അല്ല എന്നെ തെറി വിളിക്കും, എന്നെ ഉറപ്പിച്ചോണ്ടേയിരിക്കും. അപ്പോൾ സത്യം പറഞ്ഞ കൊല്ലങ്ങളായിട്ട് ഇവരൊക്കെ അതൊക്കെ ചെയ്തിട്ട് എനിക്ക് തന്നെ എന്നെ മടുത്തു പോയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓരോ ദിവസവും ഈ വാസിമെൻ്റെ അത് വേറൊരാളെ ജയിച്ചെങ്ങാണ്ടാവും ആലോചിക്കാൻ വേണ്ടി ഈ സാധനത്തിൽ നോക്കുക. അറ്റ്ലീസ്റ്റ് നമ്മളെ തലയിൽ ആരെയും കയറി ഒന്ന് ശല്യം ചെയ്യും. ഓരോ ദിവസവും ഓരോരോ സിനിമ കാണുന്ന പോലെയായിരുന്നു ഓരോരോ ജീവിതങ്ങളാണ്. നീ ഓരോരോ ജീവിതം കാണുമ്പോൾ ആലോചിക്കും, ഞാനെന്താ ഇങ്ങനെ ആയിപ്പോയത്. ഇതൊക്കെ പറഞ്ഞാൽ ശരിയാണ്, എനിക്ക് നല്ലതായി എടുത്ത് പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. അതാകുമ്പോൾ അവർക്ക് ഇത്രയ്ക്ക് ഉറപ്പുള്ളൊരു ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഭ്രാന്തനെ സഹിക്കാൻ ആവശ്യമില്ലല്ലോ. പക്ഷെ അതുപോലും പറ്റില്ല. യലാക്കിൻ്റെ സാധനം പൊട്ടിയതിന് ശേഷം ഞാൻ തന്നെ ആലോചിച്ചുണ്ടാക്കിയ ആൾക്കാർ വരെ എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങി. ആകെ എനിക്ക് സമാധാനം ഉണ്ടായ സ്ഥലം ഇതായിരുന്നു. അതിലും പോലും ഇപ്പം എനിക്ക് മൊത്തം ശല്യം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് സമാധാനം കിട്ടാനായിട്ട് ഇപ്പോൾ ഒരു സ്ഥലം പോലും ഇല്ല. എത്ര കാലം സഹിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് അറിയില്ല സത്യം പറഞ്ഞു. ഈ ശല്യമൊക്കെ വന്നത് നീ നിന്റെ ശക്തി കാണിക്കാത്തതുകൊണ്ടാണ്. എനിക്ക് ശക്തി കാണിക്കാറുണ്ട്. Why be afraid of the Muslim? Why should a God be afraid of his own creation? You know you're much more capable
That's just petrifying him. Use my person for a few seconds, right? You can do worse to him. Don't let him fool you into thinking otherwise. And one more thing. I guess you're looking for this mask, huh? അപ്പൊ ഇത്ര നേരം നീ ടോയ്ലറ്റിൽ വെയിറ്റ് ചെയ്യായിരുന്നോ 360? No. ഓക്കെ, ശരി. ഇതൊക്കെ കൊണ്ടാട്ടോ അവര് നിന്നെ പ്ലംബർ എന്നൊക്കെ വിളിക്കുന്ന.